എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ ടൊമാറ്റോ സോസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി ഞാനിവിടെ 1/2 kg ടൊമാറ്റോസ് എടുത്തിട്ടുണ്ട്, 1/2 കിലോ തക്കാളി, 7 to 8 cloves of garlic, വെളുത്തുള്ളി, സിനമൺ സ്റ്റിക്ക്, കറുവാപ്പട്ട, ക്ലൗസ്, ഗ്രാമ്പൂ, 6 to 7 peppercorns, കുരുമുളക്, 2 teaspoon sugar, പഞ്ചസാര, 4 dried red chilies, വറ്റൽമുളക്, 1.5 teaspoon of vinegar. ഇനി നമുക്ക് ടൊമാറ്റോ സോസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കാണാം. ഞാൻ ഇവിടെ ഒരു പോട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് റഫ്ലി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോസ് ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ എടുത്തു വെച്ചിരുന്ന ഗ്രാമ്പൂ, കറുവാപ്പട്ട, കുരുമുളകും ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോയിൽ നിന്ന് വെള്ളം ഇറങ്ങും, അതുകൊണ്ട് ഒരല്പം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു 2 tablespoon വെള്ളമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 15 minutes കുക്ക് ചെയ്യാം. മിനിറ്റ്സായി നമുക്ക് ടൊമാറ്റോസ് ഒന്ന് ചെക്ക് ചെയ്യാം. ടൊമാറ്റോ ഇനിയും കുക്ക് ആവാനുണ്ട്. ഒരു 5 minutes കൂടി നമുക്ക് ടൊമാറ്റോ കുക്ക് ആവാൻ അലൗ ചെയ്യാം. ടൊമാറ്റോസ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിൽ നിന്ന് കറുവാപ്പട്ടയും ഗ്രാമ്പൂവും എടുത്തു മാറ്റാം. ടൊമാറ്റോസ് നന്നായിട്ട് ആറിയതിനു ശേഷം നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ടൊമാറ്റോ പൾപ്പ് സ്ട്രെയിൻ ചെയ്യാനായി ഞാനിവിടെ ഒരു ബൗളും സ്ട്രെയിനറും എടുത്തിട്ടുണ്ട്. അരച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോ പൾപ്പ് ഈ സ്ട്രെയിനറിലേക്ക് ഒഴിച്ച് നമുക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ടൊമാറ്റോ പൾപ്പ് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാം. അതിനായി ഞാനിവിടെ ഒരു പോട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ പൾപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കാം. ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. നേരത്തെ എടുത്തു വെച്ചിരുന്ന പഞ്ചസാരയും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. 2 teaspoon പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 teaspoon ബ്ലാക്ക് സോൾട്ടും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബ്ലാക്ക് സോൾട്ട് ഇല്ലെങ്കിൽ ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ ടൊമാറ്റോ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി തീ നിർത്താം. ചൂടാറിയതിന് ശേഷം നമുക്ക് സോസിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വിനേഗർ ഒഴിച്ചു കൊടുക്കാം. 1.5 teaspoon വിനേഗറാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടാറിയതിന് ശേഷം ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റാം. 1 മാസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഈ ടൊമാറ്റോ സോസ് യൂസ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടവർ ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നിടം വരെ നന്ദി, നമസ്കാരം, ബൈ.